ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. എന്റെ പേര് ഡാനി. ട്രാവൽ ലോഗ് ഡാനി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര കർണാടകയിലെ കോളാർ ഡിസ്ട്രിക്റ്റിൽ സ്ഥിതി ചെയ്യുന്ന കോട്ടി ലിംഗേശ്വര ടെമ്പിളിലേക്കാണ്. എന്താണ് അവിടുത്തെ പ്രത്യേകത എന്നല്ലേ? വാ, കാണിച്ചു തരാം. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്ന് ട്രാവൽ ചെയ്യുന്നത് ബൈക്കിലല്ല, ട്രെയിനിലാണ്. കർണാടകയിൽ വന്നിട്ട്, അതായത് ബാംഗ്ലൂരിൽ വന്നിട്ട് കർണാടകയിലെ മറ്റൊരു ഡിസ്ട്രിക്റ്റിലേക്ക് ആദ്യമായിട്ടാണ് ഞാൻ ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്നത്. പണ്ടത്തെ പോലെ ബൈക്ക് എടുത്ത് ഒരു 10 കിലോമീറ്റർ ട്രാവൽ ചെയ്യുമ്പോഴത്തേനും നട്ടും ബോൾട്ട് ഇളകിയ സൗണ്ടൊക്കെ കേൾക്കും. നിർത്തി നോക്കിയപ്പോഴാണ് മനസ്സിലായത് ബൈക്കിന്റെ കുഴപ്പമല്ല, നടുവിന്റെ കുഴപ്പമാണ്. അപ്പൊ ഗൈസ്, നമ്മുടെ സ്റ്റേഷൻ നമ്മൾ എത്തിയിരിക്കുക കോർമെന്റൽ. ഇവിടുന്ന് നമ്മൾ ഒരു ഓട്ടോ പിടിച്ചാ പോകാൻ പോകുന്നത്. ഈ തക്കുടുവാവിനെ കണ്ടിട്ട് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. എടുത്തോണ്ട് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ എന്ത് ചെയ്യാനാ. അമ്പലത്തിന്റെ ഹിസ്റ്ററിയൊക്കെ ഈ നാട്ടുകാരനായ ചേട്ടനോട് തന്നെ ചോദിക്കാനായിരുന്നു എന്റെ പ്ലാൻ. പക്ഷെ പുള്ളിക്ക് ഈ അമ്പലത്തിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് KGF. അടഞ്ഞുകൂട്ടി കിടക്കുന്ന ഈ ഒരു സ്ഥലത്തോട്ട് ഇപ്പൊ എൻട്രി ഇല്ലാത്തത് കൊണ്ട് ദൂരെ നിന്ന് കാണാനുള്ള വിധി മാത്രമേ എനിക്കിപ്പോൾ ഉള്ളൂ. എന്തെങ്കിലും ഒരു ദിവസം ഇതിൻ്റെ ഉള്ളിൽ കയറാൻ കഴിയുമെങ്കിൽ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അങ്ങനെ ഓട്ടോയൊക്കെ ഇറങ്ങി ലൊക്കേഷനിൽ നമ്മളെത്തി. ഇതാണ് ക്ഷേത്രത്തിന്റെ എൻട്രൻസ്. ഇവിടുന്ന് 20 രൂപയുടെ പാസ് എടുത്ത് വേണം മുമ്പോട്ട് പോകാൻ. പക്ഷെ അതിരാവിലെ വന്നേ കൊണ്ട് നമുക്കങ്ങനെ പാസ് എടുക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ കോട്ടി ലിംഗേശ്വര ടെമ്പിളിന് ഒരു പ്രത്യേകതയുണ്ട്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കോട്ടി ലിംഗേശ്വര, കോടി ശിവലിംഗങ്ങൾ ഉള്ളതാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത. ലോകത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ശിവക്ഷേത്രമാണ് ഈ കോട്ടി ലിംഗേശ്വരം. 20 ഏക്കറിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്നതാണ് നന്ദി സ്റ്റാച്ചു. അതുപോലെ തന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ 108 അടി ഉയരമുള്ള ഇവിടുത്തെ ശിവലിംഗമാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗങ്ങളിൽ വെച്ച് ഒരെണ്ണമാണിത്. സത്യം പറഞ്ഞ ഈ ആഴ്ച ഒരു അഡ്വഞ്ചർ ട്രിപ്പായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തത്. അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങോട്ട് കടന്നു വരാൻ സാധിച്ചത്. ഇവിടെ വന്നതിന് ശേഷമുള്ള ഈ കാഴ്ചയാണെങ്കിലോ ഭയങ്കര കൗതുകരമായ ഒരു കാഴ്ച തന്നെയാണ്. 90 ലക്ഷം ശിവലിംഗങ്ങളാണ് ഇവിടെ ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതെല്ലാം കാണുമ്പോഴത്തേനും നമുക്കൊരു വേറിട്ട ഒരു അനുഭവം തന്നെയാണ്. പിന്നെ നിങ്ങൾ ഇന്ന് വരെ ഇങ്ങോട്ട് വന്നിട്ടില്ലെങ്കിൽ വരാൻ ട്രൈ ചെയ്യുക. ബാംഗ്ലൂരിൽ നിന്ന് വെറും 2 മണിക്കൂർ മാത്രമേ ഇങ്ങോട്ടുള്ളൂ. അതുപോലെ ഇവിടുത്തെ ഒരു പ്രത്യേക ദിവസം എന്ന് പറയുന്നത് ശിവരാത്രിയിൽ ഇവിടെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര തിരക്കും ജനസാഗരവുമാണ്. ഇന്നൊരു സാധാരണ ഒരു ദിവസമായിട്ട് പോലും ഇവിടെ വളരെയധികം ജനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. സോ ശിവരാത്രിയിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അത്ര തിരക്കായിരിക്കും ഈ ഒരു അമ്പലത്തിൽ. ആദ്യം പറഞ്ഞ പോലെ ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് 20 ഏക്കറിലാണ്. ഇതിനുള്ളിൽ കൂടി നടക്കുമ്പോൾ നമുക്ക് 20 ഏക്കറായിട്ടൊന്നും തോന്നുകയില്ലെങ്കിലും അത്രയും വലിപ്പമുണ്ട്. പിന്നെ ഈ കാണുന്ന ചെറിയ ശിവലിംഗത്തിന്റെ വില, ഒരെണ്ണത്തിന്റെ വില 8000 രൂപയാണ്. പിന്നെ നിലവിലിപ്പോൾ 90 ലക്ഷം ശിവലിംഗമാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. 10 ലക്ഷം ശിവലിംഗം കൂടി സ്ഥാപിക്കുമ്പോഴാണ് 1 കോടി ശിവലിംഗം ഇവിടെ ആവുന്നത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ബൈ.